വിജയ് യേശുദാസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ് വിജയ് യേശുദാസ്. നല്ല പാട്ടുകാരനാണ്. യേശുദാസിൻ്റെ ശരിക്കുള്ള പിൻഗാമി തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഡൈവോഴ്സായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ട്രോളിന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗായിക രഞ്ജിനി ജോസായിട്ട് ഒരുപാട് സ്നേഹത്തിലാണ്, പ്രേമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ദിവ്യപിള്ളയായിട്ട് ഒരുപാട് സ്നേഹത്തിലാണെന്നും അവർ ഒരുമിച്ച് പ്രണയ ജോഡികളായിട്ട് ഒരുപാട് നടക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഭയങ്കര താരങ്ങളാണ്. അങ്ങനെ നടന്ന് ഒരു മലക്കപ്പാറ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബുള്ളറ്റിലാണ് അവർ പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ദിവ്യപിള്ളിയായിട്ട് നമ്മുടെ ഗായകൻ ഇപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞു. കാരണം എന്താണെന്ന് ഒരാൾക്ക് അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവർ സോഷ്യൽ മീഡിയയിൽ പോലും അൺഫോളോ ചെയ്തു. ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നു, പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഗൾഫിൽ വലിയൊരു കടൽ തീരത്ത് വലിയൊരു പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിയിൽ നമ്മുടെ മീര ജാസ്മിനായിട്ട് പ്രേമത്തിലാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവർ പ്രേമത്തിലായി ഒരുമിച്ച് താമസിക്കുകയാണോ എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് ഇതാക്കുന്നത്. ഒരു സെലിബ്രിറ്റി അവർ എവിടെയെങ്കിലും ഒന്ന് അവർ കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. മാധവൻ്റെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളെ കൂടിയിട്ടാണ് ഈ അവിടെ ഒരു പാർട്ടി നടന്നത്. ആ പാർട്ടിയിലാണ് നമ്മുടെ വിജയ് യേശുദാസും മീര ജാസ്മിനെയും ആൾക്കാർ കണ്ട് അതിൻ്റെ വീഡിയോകൾ വന്നതോട് കൂടിയിട്ടാണ് ആൾക്കാർ പുതിയ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പം മീര ജാസ്മിൻ നമ്മുടെ വിജയ് യേശുദാസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് പറയുന്നത്. എന്താ നോക്കില്ലേ, ഇവർ ഈ സെലിബ്രിറ്റികൾ എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടിയാൽ അതിൻ്റെ ഒരു 2 ഫോട്ടോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവരെ 2 പേരെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോരോ കഥകൾ ഇങ്ങനെ ആൾക്കാർ സോഷ്യൽ മീഡിയ അടിച്ചിറക്കണം. നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് അതുപോലെ തന്നെ നമ്മുടെ ദിവ്യപിള്ള അവരായിട്ടുള്ള പ്രേമം കറക്റ്റാണ്. അത് അവർ ഒരുമിച്ച് എവിടെ പോയാലും കല്യാണത്തിന് പോയാലും മറ്റുള്ള കാര്യങ്ങൾക്ക് പോയാലും എല്ലാം ഒരുമിച്ച് കണ്ടുള്ളതാണ്. അതുപോലെ തന്നെ മീര ജാസ്മിനെ സംശയിക്കാൻ കാരണമുണ്ട്. മീര ജാസ്മിൻ്റെ ദാമ്പത്യം 1 കൊല്ലം മാത്രമേ നിലനിന്നുള്ളൂ. അതിനുശേഷം ഇന്നവരെ വേറൊരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഇവർ തമ്മിലുള്ളപ്പോൾ ഇത്രയും വലിയൊരു പ്രണയത്തിലാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കേണ്ട അതൊന്നും. ഇതൊക്കെ ഇവർ രണ്ടും കണ്ടു ഒരുപാട് ആൾക്കാർ ഒത്തുകൂടി അവരൊന്നൊരു എൻജോയ് ചെയ്യുന്നു, അത്രയല്ലേ. എന്തായാലും ഒരു രാജകുമാരൻ തന്നെ കിട്ടണം നമ്മുടെ വിജയ് യേശുദാസ്. എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ ഒരു കലാകാരനാണ്. ദൈവം കൊടുത്ത വലിയൊരു വരദാനമാണ് പാട്ട്. അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ ഹാബിറ്റുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതിലൊന്നും ആർക്കും കുറ്റം പറയേണ്ട കാര്യം